കഥകളുടെ മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷ്ണുനാഥൻ രാവിലെ തന്നെ ഉണർന്നു. പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നത് പോലെ തന്നെ നിർബന്ധമായും ചെയ്യുന്ന കാര്യമാണ് തൊടിയിലെല്ലാം ഒന്ന് ചുറ്റിത്തിരിയുക എന്നത്. നട്ടുവളർത്തിയ പച്ചക്കറികളും വൃക്ഷങ്ങളും നോക്കിയും പരിചരിച്ചും കഴിഞ്ഞതിന് ശേഷമേ പ്രാതൽ കഴിക്കാറുള്ളൂ. വീട്ടിലുള്ളപ്പോഴുള്ള പതിവ് ഇന്നും തെറ്റിച്ചില്ല. പ്രഭാത ഭക്ഷണം വിഷുവിന് ഇഷ്ടപ്പെട്ട ഇഡലിയും ചമ്മന്തിയും തന്നെയായിരുന്നു അമ്മ ഉണ്ടാക്കിയിരുന്നത്. സമയം 10 മണി കഴിഞ്ഞിരുന്നു. വിഷ്ണു ഉമ്മർത്തിരുന്ന് അന്നത്തെ പത്രം നോക്കുകയായിരുന്നു. അച്ഛൻ കോവിലിൽ നിന്നും വന്നിട്ടില്ലായിരുന്നു. ഞായറാഴ്ച ആയതിനാൽ സഹോദരിമാർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വീട്ടുപടിക്കൽ ഒരു കാറ് വന്നു നിന്ന് ശ്രദ്ധിച്ച് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടു അച്ഛനോടൊപ്പം സ്വാമിനാരായണൻ കാറിൽ നിന്ന് ഇറങ്ങുന്നു. കൂട്ടത്തിലുള്ള ആളെ കണ്ട് വിഷ്ണു അമ്പരന്നു. ലക്ഷ്മി ദേവി, സ്വാമിനാരായണന്റെ ഭാര്യ. ഇവർ കൂടെ വരുമെന്ന് ഒരു സൂചനയും ഉണ്ടായില്ല. ഒരു കൗതുകമോ അതോ ആകാംക്ഷയോ ഒരാളെ കൂടി പ്രതീക്ഷിച്ചു. പക്ഷേ ഉണ്ടായിരുന്നില്ല. കാർത്തിക വന്നിട്ടില്ല. മനസ്സിലൊരാശാഭംഗം തോന്നിയോ? ഉമ്മറത്തേക്ക് കയറിയ സ്വാമി അന്തിച്ചു നിൽക്കുന്ന വിഷ്ണുവിന്റെ തോളിൽ തട്ടി. എന്താ വിഷ്ണു, എന്നെ അകത്തേക്ക് വിളിക്കുന്നില്ലേ? സോറി സാർ. മനോനില വീണ്ടെടുത്ത് വിഷ്ണു പറഞ്ഞു. കയറി വരൂ. അമ്പലനടയിൽ വെച്ച് അച്ഛൻ തിരുമേനിയെ കണ്ടത് കാരണം വഴി തെറ്റിയില്ല. സ്വാമി പറഞ്ഞത് അച്ഛൻ ശരിവെച്ചു. ഞാൻ ക്ഷേത്രനടയിൽ നിന്ന് തിരിയുമ്പോഴാ ഇദ്ദേഹം പൂജാരിയോട് സംസാരിച്ച് നിൽക്കണം കണ്ടേ. എന്നെ കണ്ടതും കൃഷ്ണാനന്ദൻ ഇവരെന്നെ ഏൽപ്പിച്ചു വിട്ടു. സ്വാമി ഉമ്മറത്തെ കസേരയിലിരുന്നു. ലക്ഷ്മി ദേവിയെ അമ്മയും സഹോദരിമാരും വന്ന് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പോണ പോക്കിൽ ശ്രീലക്ഷ്മി തിരിഞ്ഞ് ഇതാരാ, എന്താ എന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചതിന് വിഷ്ണു അതേ രീതിയിൽ തന്നെ ഒന്നുമില്ല എന്ന് മറുപടി പറഞ്ഞു. ഞാൻ സ്വാമി സാറിനെ മാത്രമാണ് പ്രതീക്ഷിച്ചത്. അങ്ങനെ തന്നെയാണ് ഞാനും തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ലക്ഷ്മിക്കൊരു നിർബന്ധം, വിഷ്ണുവിൻ്റെ വീടൊന്ന് കാണണമെന്ന്. കാർത്തിക് കൂട്ടുകാരുടെ വീട്ടിൽ എന്തോ വിശേഷമുണ്ട്, അല്ലെങ്കിൽ മോളും വന്നേനെ. പ്രത്യേകിച്ച് എന്തെങ്കിലും? അച്ഛൻ മുഖവരെന്നോണം ചോദിച്ചു. വിഷ്ണു പറഞ്ഞിരിക്കുമല്ലോ, ഒരു ജോലിയുടെ കാര്യം. സ്വാമിയെ തുടരാൻ അനുവദിക്കാതെ വിഷ്ണു ഇടക്ക് കയറി. ഞാൻ സൂചിപ്പിച്ചിരുന്നില്ല അച്ഛാ, പുതിയൊരു ജോലിയിലേക്ക് മാറുന്ന കാര്യം. അത് സ്വാമി സാറിൻ്റെ കമ്പനിയിലാണ്. അച്ഛൻ തിരുമേനിക്ക് അത് പൂർണ്ണമായും ഗ്രഹിക്കാനായില്ല. ജോലിക്കാര്യം മകൻ പറഞ്ഞിരുന്നു. എന്നാലും കമ്പനിയുടെ ഉടമസ്ഥൻ നേരിട്ട് ഇതിനായി വീട്ടിൽ വന്നു എന്നതിൽ എന്തോ ഒരു അപാകത തോന്നി. അച്ഛൻ്റെ മുഖത്തെ ഭാവമാറ്റം തിരിച്ചറിഞ്ഞ വിഷ്ണു പറഞ്ഞു, നമ്മുടെ ക്ഷേത്രത്തിലെ പൂജാരി ഇദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. മാത്രമല്ല എന്തു കാര്യവും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടെ മാത്രമേ തുടങ്ങാറുള്ളൂ. ഇത് കേട്ടതോടെ ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ മനം നിറഞ്ഞു. കൂടാതെ പൂജാരിയും കഴിഞ്ഞ ദിവസം തന്നോട് പറഞ്ഞിരുന്നു, വിഷ്ണുവിന് ഇപ്പോൾ നല്ല സമയമാണ്, ജോലിയിൽ നല്ല ഉയർച്ച ഉണ്ടാവുമെന്ന്. ഞാനും വിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഇന്ന് വിശേഷൽ പൂജയുണ്ട്. തിരുമേനി വരണം, സ്വാമി പറഞ്ഞു. തീർച്ചയായും, ഞാനും കൂടെ ഉണ്ട്. അച്ഛൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് തുടർന്നു. ആദ്യമായിട്ട് വീട്ടിൽ വന്നാലേ, കൈ നനച്ചിട്ടാവാം ബാക്കിയെല്ലാം. തിരുമേനി അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, ശ്രീകുട്ടി, അമ്മോട് കാപ്പി എടുത്തു വെക്കാൻ പറയാ. ഭക്ഷണം കഴിഞ്ഞ് സ്വാമിയും വിഷ്ണുനാഥനും അച്ഛനും ചേർന്ന് ക്ഷേത്രത്തിലേക്ക് യാത്രയായി. ലക്ഷ്മി വീട്ടിൽ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞതിനാൽ ഇവർ മൂവരും മാത്രമായാണ് പോയത്. ബ്രഹ്മദത്തൻ നമ്പൂതിരിക്ക് കാര്യങ്ങളുടെ രൂപരേഖ ഇതിനകം മനസ്സിലായി കഴിഞ്ഞിരുന്നു. തന്റെ മകൻ നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്നു, അതും ഈശ്വരഭക്തനും നല്ലവരുമായ ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ. തന്റെ പ്രാർത്ഥന പരമേശ്വരൻ കേട്ടു എന്ന് തിരുമേനിക്ക് തോന്നി. ക്ഷേത്രത്തിൽ കൃഷ്ണാനന്ദ നമ്പൂതിരി എല്ലാ ഒരുക്കങ്ങളും നടത്തി അവർക്കായി കാത്തിരിക്കുകയായിരുന്നു. എത്തിയ ഉടനെ സ്വാമിനാരായണൻ വിഷ്ണുവിന് കൊടുക്കാനായി കൊണ്ടുവന്ന നിയമന ഉത്തരവ് നമ്പൂതിരിയുടെ പക്കൽ കൊടുത്തു. അദ്ദേഹം അത് അർച്ചനയ്ക്കായി തട്ടിൽ വെച്ചു. സ്വാമി, എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഭഗവാന്റെ ഇംഗിതപ്രകാരം വിശേഷൽ പൂജ കൂടാതെ ഒരു മൃത്യുഞ്ജയ ഹോമം കൂടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. ദീപാരാധന കഴിയും വരെ ഇവിടെ ഉണ്ടാകണം. സ്വാമിയുടെ വാക്കുകൾ ആരും നിരസിച്ചില്ല, മറിച്ച് ഭക്തി പുരസ്സരം സ്വീകരിച്ചു. ബ്രഹ്മദത്തൻ തിരുമേനി വിശേഷൽ പൂജയ്ക്ക് ശേഷം ഇല്ലത്തേക്ക് തിരിച്ചുപോയി. വിവരങ്ങൾ ലക്ഷ്മിയെ അറിയിക്കാൻ സ്വാമി പ്രത്യേകം പറഞ്ഞയച്ചു. മന്ത്രി രാമരാജന്റെ ഔദ്യോഗിക വസതിയിലെ സ്വകാര്യ മുറി. മേനോനും മന്ത്രിയും സക്രിയച്ചനെ കാത്തിരിക്കുകയായിരുന്നു. ജോസഫ് പതിവ് പോലെ അയാളുടെ ജോലി നിർവഹിക്കുന്നു. മദ്യചഷകം കയ്യിലെടുത്ത് അതിന്റെ അരികൾ വെറുതെ ഞെരുപ്പിടിപ്പിച്ചിരുന്ന മേനോന്റെ മുഖത്തേക്ക് നോക്കി മന്ത്രി ചോദിച്ചു, താൻ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് എന്ത് കാര്യം? സക്രിയച്ചനെ ഒന്നുകൂടി വിളിച്ചു നോക്ക്. ഇതിപ്പോ പ്രശ്നം കൂടുതൽ കുഴപ്പമാവുകയാണല്ലോ. മന്ത്രി സാറേ, കുറച്ചുകൂടി ക്ഷമിക്കൂ. സക്രിയച്ചൻ ഉടനെ എത്തുന്നല്ലേ പറഞ്ഞത്. ഇതിപ്പോ ഒന്നും രണ്ടുമല്ല, 10 എണ്ണമാണ് ചത്തത്. അത് സക്രിയച്ചന്റെ ആൾക്കാരാണെന്ന് തനിക്ക് ഉറപ്പല്ലേ മേനോനെ?
ആണെന്നാണ് വിളിച്ചപ്പോൾ പറഞ്ഞത്. മേനോൻ ഒന്ന് നിർത്തിയിട്ട് ചോദിച്ചു, പോലീസിന്റെ നിഗമനം എന്താണ്? SP തോമസ് ഇപ്പോൾ വിളിച്ചതേ ഉള്ളൂ. അവർക്ക് ഒരു തുമ്പും കിട്ടിയിട്ടില്ല. അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. കൃത്യമായ പുരോഗതി അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അറ്റത്തെങ്ങാനും സക്രിയാച്ചന്റെ പേര് വന്നു പെട്ടാൽ എല്ലാം കുഴപ്പത്തിലാവും. ഒരു കാരണവശാലും അവിടെ എത്താതെ താൻ നോക്കിക്കൊള്ളണം. മേനോൻ തലക്ക് കൈവച്ച് പറഞ്ഞു. ഏതു നേരത്താണോ എന്തോ ആചാര്യയുടെ കൂടെ ചേരാൻ തോന്നിയത്. ഏറെ സമയം ആരും ഒന്നും സംസാരിച്ചില്ലെങ്കിലും ഉള്ളിലേറെ സംഘർഷം നടക്കുന്നത് മുഖത്ത് ദൃശ്യമായിരുന്നു. ജോസഫ് വീണ്ടും പാനപാത്രങ്ങൾ നിറച്ചുവെച്ച് പതിവും മൗനം പാലിച്ചു. പുറത്തൊരു വാഹനം വന്നു നിൽക്കുന്ന ശബ്ദമാണ് ഇരുവരെയും ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. സക്രിയാച്ചൻ വെപ്രാളത്തോടെ അകത്തേക്ക് കയറി വന്ന് നിറച്ചു വച്ചിരിക്കുന്ന മധുപാത്രം ആരുടേതെന്ന് പോലും നോക്കാതെ ഒറ്റ വലിക്കകത്താക്കിയിട്ട് കസേരയിലേക്ക് ഇരുന്നു. ഒരു ദീർഘനിശ്വാസം മുതിർത്തു. മറ്റു രണ്ടുപേരും ആകാംക്ഷയോടെ അയാളെ നോക്കി. എന്താടോ, കേട്ടത് ശരിയാണോ? മേനോനാണ് ചോദിച്ചത്. അതെ. വീണ്ടും കുറച്ച് മദ്യം കൂടി അകത്താക്കിയിട്ട് സക്രിയാച്ചൻ തുടർന്നു. അവൻ നിസ്സാരക്കാരനല്ല. എല്ലാം തികഞ്ഞ അഭ്യാസികളായിരുന്നു ആ 10 പേരും. പക്ഷേ എല്ലാം തീർന്നു. എങ്ങനെ സംഭവിച്ചെന്ന് പോലും മനസ്സിലായില്ല. ഇനി എന്താ സക്രിയാച്ചന്റെ പരിപാടി? അവനെ എങ്ങനെ ഒതുക്കാമെന്നാണ് മന്ത്രി ചോദിച്ചു. അവനെ അറിഞ്ഞവരാരും തന്നെ ഇല്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിസ്സഹായനായതുപോലെയാണ് സക്രിയാച്ചൻ പറഞ്ഞത്. അയാളുടെ ഇരിപ്പ് കണ്ട് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു മേനോന്. തന്നോട് ഞാൻ അന്നേ പറഞ്ഞതാണ്, വെറുതെ എടുത്ത് ചാടണ്ട, അവര് കോടതിയിൽ എത്തുന്നവരെ നോക്കാന്ന്. എല്ലാം തുളച്ചിട്ടിപ്പോ. ഇത്തരത്തിലുള്ള സംസാരങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രതികരിക്കാറുള്ള സക്രിയാച്ചൻ നിശബ്ദനായി ഇരുന്നതേയുള്ളൂ. അയാളുടെ ഗുണ്ടാപ്പടകൾക്ക് ഇത്തരത്തിലൊരവസ്ഥ സംഭവിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. അതിന്റെ നിരാശ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നതിനാൽ മറുപടി പറയാൻ കഴിയുമായിരുന്നില്ല. എല്ലാവരുടെയും മൗനത്തെ ഭേദിച്ചത് ജോസഫിന്റെ പക്കലുള്ള മൊബൈലിന്റെ മണിനാദമായിരുന്നു. ജോസഫ് ഫോൺ എടുത്ത് സംസാരിച്ചു. ഓക്കെ, കൊടുക്കാം. ഫോൺ മന്ത്രിയുടെ നേർക്ക് നീട്ടി അയാൾ പറഞ്ഞു, SP ആണ്. മന്ത്രി ഫോൺ വാങ്ങിച്ച് സംസാരിച്ചു. അയാളുടെ ഭാവഭേദങ്ങൾ ശ്രദ്ധിച്ച് മറ്റു രണ്ടുപേരും മിണ്ടാതിരുന്നു. മന്ത്രി മറുപടിയായി വെറുതെ മൂളുക മാത്രം ചെയ്തിരുന്നു. ഓക്കെ, അപ്ഡേറ്റ് മീ എന്ന് മാത്രമാണ് ശബ്ദമായി പുറത്തേക്ക് വന്നത്. എന്താ SP പറഞ്ഞത്? മേനോൻ ചോദിച്ചു. ഇതല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. പോലീസ് പട്ടി വന്നിട്ട് പോലും ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് അതിശയം. തോമസ് പറഞ്ഞത് ആ ബോഡി കിടക്കുന്ന സ്ഥലത്തു നിന്നും എങ്ങോട്ടും പോകാൻ നായക്ക് കഴിഞ്ഞില്ലെന്നാണ്. പോലീസ് നായക്ക് പോലും മണം പിടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്ലാൻഡ് മർഡർ. മേനോൻ തന്റെ നിയമ അറിവുകളിലൂടെയാണ് പറഞ്ഞത്. സൂക്ഷിച്ചോളൂ, അവനോട് എതിരിടുന്നത് അപകടമാണ്. മേനോനെ താൻ വെറുതെ കാര്യം വലുതാക്കല്ലേ. എന്തെങ്കിലും വഴി കാണും. പരിശോധന റിപ്പോർട്ട് കോടതിയിൽ വരട്ടെ. മന്ത്രിയുടെ ശുഭാപ്തി വിശ്വാസത്തെ പുച്ഛത്തോടെയാണ് മേനോൻ നേരിട്ടത്. ഒന്നും കാണാനില്ല. റിപ്പോർട്ട് നമുക്ക് അനുകൂലമാവുമെന്ന് തോന്നുന്നില്ല. എന്തായാലും കുറച്ചു ദിവസം കഴിയുമ്പോൾ അറിയാലോ. മന്ത്രിയുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നില്ല. എന്നും കൂടുതൽ വാചാലനാകുന്ന സക്രിയാച്ചൻ തികച്ച മൂകതയിൽ തന്നെ. അല്പനേരം കൂടി അവിടെ ഇരുന്നതിന് ശേഷം പോകാനായി എഴുന്നേറ്റു. കോടതിയുടെ തീരുമാനം അറിഞ്ഞ ശേഷം കാണാമെന്ന് പറഞ്ഞ് മേനോനും സ്ഥലം വിട്ടു. മന്ത്രിയും ജോസഫും മാത്രമായി ആ മുറിയിൽ. ജോസഫ് ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് മന്ത്രിയുടെ അടുത്തേക്ക് വന്നു. മന്ത്രി സാറേ, സമയം ഏറെയായി. നാളെ രാവിലെ തന്നെ ചില പ്രോഗ്രാമുകളുണ്ട്. ആ ശരി. അലസമായിരുന്നു മന്ത്രിയുടെ ശബ്ദം. ജോസഫ് പോയിക്കോളൂ, രാവിലെ ഓഫീസിൽ കാണാം. ജോസഫിന് എന്തോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ മന്ത്രിയുടെ ഭാവമാറ്റം അതിൽ നിന്നും വിലക്കി. എത്രയോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹത്തെ കണ്ടിരിക്കുന്നു. ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് തോന്നിയത്. ഏതോ ഒരു അപകടം മുന്നിൽ കാണുന്നത് പോലെ. മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടേക്കുമോ എന്ന ആശങ്കയാണോ? ഇതുവരെ ചെയ്തുകൂട്ടിയ പാപങ്ങൾക്കെല്ലാമുള്ള തിരിച്ചടി ലഭിച്ചേക്കുമെന്ന ഭീതിയോ? ജോസഫ് മുറിയടച്ച് വീട്ടിലേക്ക് തിരിച്ചു. മന്ത്രി രാമരാജൻ വീട്ടിനകത്തേക്കും. കോവിലിലെ ചടങ്ങുകളെല്ലാം വളരെ ഭംഗിയായി തന്നെ നടന്നു. രാത്രി തന്നെ സ്വാമിനാഥനും കുടുംബവും തിരിച്ചുപോയി. ആ സമയത്ത് തിരിച്ചു പോകേണ്ടെന്ന് എല്ലാവരും നിർബന്ധിച്ചെങ്കിലും കാർത്തിക തനിച്ചാണെന്ന കാരണത്താൽ പുറപ്പെടുകയായിരുന്നു. വിഷ്ണുദത്തന്റെ ശങ്ക മനസ്സിലാക്കിയിട്ടെന്ന വണ്ണം സമ്മതമാർന്ന രുദ്രയുടെ മുഖം രത്നമോതിരത്തിൽ ദർശിച്ചു. സ്വാമി സാറിനും കുടുംബത്തിനും ഒന്നും സംഭവിക്കാതെ അവൾ സംരക്ഷിക്കാമെന്ന് കൂടി ആ ഭാവത്തിൽ നിന്ന് മനസ്സിലായി. വിഷ്ണു അന്ന് രാത്രി സുഖമായി ഉറങ്ങി. അടുത്ത ദിവസം തന്നെ ജോലിക്ക് ഹാജരാവേണ്ടതുണ്ടെന്ന് അറിയിച്ച് പുറപ്പെട്ടു. പൂജാരിയുടെ നിർദ്ദേശപ്രകാരം ഇനി കുറച്ചു ദിവസം കഴിഞ്ഞേ തനിക്ക് പുതിയ ജോലി പ്രവേശിക്കാൻ കഴിയൂ. സ്വാമിക്ക് അതിൽ എതിരഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. കൃഷ്ണനന്ദൻ നമ്പൂതിരിയുടെ വാക്കുകൾ അദ്ദേഹത്തിന് ദേവവാക്യമാണ്. ലോഡ്ജിലെത്തുമ്പോൾ വാസുവും കൂട്ടരും അടുത്തെത്തി. അവരും ഒന്നിച്ച് തന്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ
വാസുവിന്റെ പതറിയ ശബ്ദം. പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? എന്തു കുഴപ്പം? നിങ്ങളെ അന്വേഷിച്ച് ആരെങ്കിലും വന്നോ? ഇല്ല. വാസുവിന്റെ ശബ്ദത്തിൽ വിറയലുണ്ടായിരുന്നു. വാസു. മുറിയിലെ കട്ടിലിരുന്ന് വിഷ്ണു തുടർന്നു. നീ പഴയൊരു ഗുണ്ടയല്ലേ, ഇങ്ങനെ പേടിച്ചാലോ? വാസുവിൽ ഒരു ഇളിപ്പി ചിരി മാത്രമാണ് മറുപടിയായി വന്നത്. കൂടെയുള്ളവരുടെയും ഭാവം മറ്റൊന്നുമായിരുന്നില്ല. ഒന്നും സംഭവിച്ചിട്ടില്ല, നമുക്കൊന്നും അറിയുകയുമില്ല, അങ്ങനെ ചിന്തിച്ചാൽ മതി. വിഷ്ണുവിന്റെ ധൈര്യത്തോടെയുള്ള പെരുമാറ്റവും വാക്കുകളിലും ഉണ്ടായ ദൃഢത അവരെ കൂടുതൽ ലാഘവമായ മനോനിലയിലേക്ക് എത്തിച്ചു. പോയി വിശ്രമിച്ചോളൂ, നാളെ രാവിലെ നമുക്കൊരു യാത്രയുണ്ട്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. വാസുവും കൂട്ടരും യാത്ര പറഞ്ഞ് അവരുടെ മുറിയിലേക്ക് പോയ ഉടനെ തന്നെ വിഷ്ണുവും കട്ടിലേക്ക് അമർന്നു. ദുർഘടമായ ഏറെ കടമ്പകൾ കടന്ന് എല്ലാത്തിൽ നിന്നും ജയിച്ചു വന്ന സുഖകരമായ അനുഭവമായിരുന്നു അപ്പോൾ. സാവധാനം അയാൾ സ്വസ്ഥത നിറഞ്ഞ മയക്കത്തിലേക്ക് വഴുതി. എത്ര നേരം ഉറങ്ങിയെന്ന് നിശ്ചയമില്ലായിരുന്നു. തുടർച്ചയുള്ള ഫോണിന്റെ ശബ്ദം കേട്ടാണ് ഉണർന്നത്. അങ്ങേ തലക്കിൽ സ്വാമിനാരായണനായിരുന്നു. പെട്ടെന്ന് തന്നെ എടുത്ത് സംസാരിച്ചു. ഹലോ സാർ. വിഷ്ണു തിരക്കിലായിരുന്നു. ഞാൻ കുറച്ചു സമയമായി വിളിക്കുന്നു. തിരക്കുണ്ടായിരുന്നു. ഫോൺ ഓഫീസിലായിരുന്നു. സാർ പറയൂ. ഒരു ഭയങ്കര സംഭവം പറയാനാണ് വിളിച്ചത്. എന്താണ് ഉണ്ടായത്? വിഷ്ണുവിന്റെ അക്ഷമയെ പിടിച്ചു നിർത്തി സ്വാമി പറഞ്ഞു. വിഷ്ണുവിനോട് ഇവിടെ അടുത്തുള്ള ഒരു ആശ്രമത്തിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആശ്രമവും പരിസരവും ഇന്നലെ പൂർണ്ണമായി കത്തി നശിച്ചു. വിഷ്ണുവിന് അതൊരു വലിയ വാർത്തയായിരുന്നു. രുദ്ര പറഞ്ഞതനുസരിച്ച് സ്വാമികളും കൂട്ടരും ആലങ്ങാട്ടുമനയുടെ സ്വത്തിന് പിന്നാലെയുണ്ടെന്ന് അറിയാമായിരുന്നു. എങ്ങനെയാണ് സംഭവിച്ചത്? കുറച്ചു ദിവസമായി അവിടെ എന്തോ വലിയ പൂജയും ഹോമവും നടക്കുന്നുണ്ടായിരുന്നു. ഹോമകുണ്ടത്തിൽ തീ പടർന്നതാണെന്നാണ് പോലീസ് പറയുന്നത്. ആർക്കൊക്കെ അപകടമുണ്ടായി? വിഷ്ണുവിന് അതറിയാനായിരുന്നു തിടുക്കം. ആർക്കൊക്കെ എന്നൊന്നില്ല വിഷ്ണു, ഒരാളും ശേഷിച്ചില്ല. പൂജാമുറിയിലും പരിസരത്തുമായി അനേകം കരിഞ്ഞ ശരീരങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കുറെ രാഷ്ട്രീയക്കാരും വൻ പണച്ചാക്കുകളും ഇവിടുത്തെ അന്തേവാസികളെ ഉണ്ടായിരുന്നല്ലോ, അവരുടെ കാര്യം കഷ്ടത്തിലായി. വിഷ്ണു തമാശ പോലെ പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം, കോടതിയിൽ നമ്മുടെ കേസ് വെള്ളിയാഴ്ചത്തേക്ക് വിളിക്കുമെന്നാണ് വക്കീൽ അറിയിച്ചിട്ടുള്ളത്. നാളെ ഞാൻ ISRനെ കാണുന്നുണ്ട്. ചിലപ്പോൾ നമ്പൂതിരിയെ ഹാജരാക്കേണ്ടതായി വരും. അതിനെന്താ, അവരെ എത്തിക്കാം. ഞാൻ അറിയിച്ചെന്നേ ഉള്ളൂ. നാളെ കൃത്യമായി പറയാം. ശരി, അങ്ങനെ ആവട്ടെ. വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? ഒന്നും പറയണ്ട വിഷ്ണു, സ്വാമി ചിരിയോടെ തുടർന്നു. അവിടുന്ന് വന്നതിൽ പിന്നെ ശ്രീമതിക്ക് വിഷ്ണുവിന്റെ വീട്ടുകാരെ കുറിച്ച് പറയാനേ നേരമുള്ളൂ. സുഖമായിരിക്കുന്നു. ഞാൻ അന്വേഷണം അറിയിക്കാം. അയാൾക്ക് ഏറെ അത്ഭുതമായിരുന്നു ആ വാർത്ത. കേവലം അര ദിവസത്തെ അടുപ്പമായിരുന്നു സ്വാമി സാറിന്റെ ഭാര്യയ്ക്ക് തന്റെ വീട്ടുകാരുമായിട്ടുണ്ടായിരുന്നത്. ആ കുറഞ്ഞ സമയം വലിയൊരു സ്നേഹബന്ധത്തിന് കാരണമായി എന്നത് അതിശയം തന്നെ. ഒരു പക്ഷേ ഈ മാനസിക അടുപ്പം മറ്റൊരു വലിയ ചേർച്ചയ്ക്ക് ഹേതുവായി തീരാം. സ്വാമി നൽകിയ വാർത്തയിലൂടെ വലിയൊരു വിപത്ത് കൂടി തന്റെ മുന്നിൽ നിന്ന് നീങ്ങിയതായി വിഷ്ണു ഗ്രഹിച്ചു. സമയം സന്ധ്യ കഴിഞ്ഞിരുന്നതിനാൽ ഇന്നത്തെ കോവിൽ യാത്ര മാറ്റിവെച്ചു. പെട്ടെന്ന് തന്നെ കുളിച്ചൊരുങ്ങി വാസുവിനെയും കൂട്ടി പുറത്തേക്കിറങ്ങി. ലോഡ്ജിന്റെ സ്വീകരണമുറിയിൽ വെച്ച് മാനേജറെ കണ്ടു. അയാൾ വിഷ്ണുവിനോട് കുശലം പറഞ്ഞ് ചിരിച്ചു കടന്നുപോയത് കണ്ട് വാസുവിനും കൂട്ടർക്കും വിഷ്ണുവിനോട് കൂടുതൽ ബഹുമാനം തോന്നി. കൂടാതെ മനസ്സിലുണ്ടായിരുന്ന ആശങ്കയും കുറഞ്ഞു. പുറത്തിറങ്ങി അമ്പലത്തിലേക്കുള്ള വഴിക്കരിയിൽ കൂടി കടന്നു പോകുമ്പോൾ വാസു ആ സ്ഥലത്തൊക്കെ പരതി നോക്കുന്നത് വിഷ്ണു കൗതുകത്തോടെ ശ്രദ്ധിച്ചു. അയാൾക്കിപ്പോഴും ചെറിയൊരു ഭയമുള്ളതുപോലെ. വാസു, വിഷ്ണു വിളിച്ചു. നമുക്ക് നാളെ ശിവപുരം വരെ പോകണം. അവിടെ എൻ്റെ ഒരു ബന്ധുവിന്റെ കോവിലകമുണ്ട്. ചില കുഴപ്പങ്ങളൊക്കെ ചുറ്റിപ്പറ്റിയുണ്ട്. നിങ്ങൾ കുറച്ചു ദിവസം അവിടെ നിൽക്കണം, ഒരു സംരക്ഷണത്തിന്. വാസുവിന് വീണ്ടും അത്ഭുതമാവുകയായിരുന്നു. വിഷ്ണുവിന്റെ ജീവിതം, ഇയാൾ ആരാണ്? എത്രയോ സങ്കീർണമാണ് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ. അദ്ദേഹത്തിന് പണവുമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വ്യക്തി ആലങ്ങാട്ട് മനയിൽ കാവൽക്കാരനായി വന്നതെന്തിനാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. വാസു ചിന്തിക്കുന്നത് തികച്ചും ആവശ്യമായ സംശയമാണ്. പെട്ടെന്നുള്ള വിഷ്ണുവിന്റെ പ്രതികരണത്തിൽ നിന്നും വാസു ശരിക്കും അമ്പരന്നു. താൻ ഉള്ളിൽ കരുതിയതും മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകണ്ട, ഞാൻ മനസ്സിലാക്കി തരാം. എന്റെ ബന്ധുവായ ഉദയനൂർ കോവിലത്തെ തിരുമേനിയാണ് ആലങ്ങാട്ടുമനയുടെ അവകാശി. ഇത് മറ്റു ചിലർ അനധികൃതമായി കൈക്കലാക്കാൻ ശ്രമിക്കുന്നതറിഞ്ഞ് ചില പദ്ധതികൾ തയ്യാറാക്കാനാണ് ഞാൻ അവിടെ താമസിച്ചത്. ക്ഷണ നേരെ നിർത്തി വാസുവിന്റെ നേരെ നോക്കി വിഷ്ണു തുടർന്നു. ആ കോവിലത്തേക്കാണ് നമ്മൾ നാളെ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ നേരെയുണ്ടായ ആക്രമണം അതുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ നിഴൽ കണ്ടാൽ മതി, പിന്നെ ആരും അടുക്കില്ല. അത്രയ്ക്ക് അവർ ഭയന്നിട്ടുണ്ട്. വാസു ഒരു ദീർഘനിശ്വാസം ഉതിർത്തു. ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പോശം ശരിക്കും മനസ്സിലായി. സാറ് ധൈര്യമായിരുന്നുള്ളൂ.
ഒരുത്തനും ഓടെ എടുക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം. വിഷ്ണു മറുപടിയായി വാസുവിന്റെ തോളിൽ തട്ടി ഒന്ന് പുഞ്ചിരിച്ചു. കുറച്ചു സമയം കൂടി വെറുതെ ചുറ്റി നടന്നിട്ട് അവർ ലോഡ്ജിലേക്ക് തിരിച്ചു. വരുന്ന വഴിയിൽ ആഹാരവും കഴിക്കാൻ മറന്നില്ല.